സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലെ 9ാം വാർഡിലെ പെട്ട, അതായത് മച്ചാട് വനമേഖലയിൽ പെടുന്ന, മച്ചാട് റേഞ്ചാണ് കിട്ടുന്നത്, പെടുന്ന ആ സ്ഥലത്തെ ആ വനമേഖലയിലെ ആനവേലി ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആനവേലിൻ്റെ പണി ഇവിടെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരം ആനശല്യമുണ്ട്. അപ്പോൾ ആ ആനശല്യത്തിന് നമുക്ക് ദൂരീകരിക്കാൻ വേണ്ടി ആനവേലി ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പരിപൂർണമായിട്ട് പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 കിലോമീറ്ററാണ് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ 4 കിലോമീറ്റർ വനമേഖലയിലാണ് ഇതിടുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് വേറെ ഇപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാം. ഏകദേശം ഒരടിയോളം മണ്ണിൽ വെറുതെ താഴ്ത്തിയിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ് അങ്ങനെ മണ്ണിൽ വെറുതെ താഴ്ത്തിയാൽ ഇത് ആന വന്ന് തൊടുമ്പോഴേക്ക് മറിഞ്ഞു പോവില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ പണിയെടുക്കുന്ന ആൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ടെമ്പർ കൂടിയ കമ്പി ആയതുകൊണ്ട് കമ്പികൾ പൊട്ടിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് മണ്ണിൽ വെറുതെ കുഴിച്ചിടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം പ്രത്യേകിച്ചൊന്നുമല്ല, നമുക്കറിയാം അടി ഉറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചവിട്ടിന് 8ഉം 10ഉം കമ്പിയൊക്കെ പൊട്ടിപ്പോകുമെന്നാണ് ആൾ പറയുന്നത്. ഇതിപ്പം മറ്റേത് ആന വന്ന് ചവിട്ടി കഴിഞ്ഞാൽ പറഞ്ഞ് അല്ലെങ്കിൽ ചെരിഞ്ഞ് വീഴുള്ളൂ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പണിക്കാരൻ പറയുന്നത് കേട്ടോ. ഇത് സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വേലി. പിന്നെ ഇത് മറ്റു പല സ്ഥലങ്ങളിലും ഉള്ള ആളുകൾ ഇതിൻ്റെ യഥാർത്ഥം ഇങ്ങനെ തന്നെ ആണോ ഇത് എന്നുള്ളത് ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ കാലുകൾ വെറുതെ നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകാവുന്ന കണ്ടോ രൂപത്തിലാണ്. അപ്പോൾ ആന പെട്ടെന്ന് വന്നൊന്ന് ചവിട്ടേ, ആന ഇപ്പോൾ നമുക്കറിയാലോ ടപ്പേന്ന് ഈ സാധനം മറിഞ്ഞു വീഴും. അപ്പോൾ അതൊരു പ്രശ്നമല്ല എന്നാണ്. മറിഞ്ഞു വീണാലും അതവിടെ ഉണ്ടാവും, മറ്റേതല്ലെങ്കിൽ പിന്നെ ആദ്യം കാല് വെക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇവിടെ ഇത് വർക്ക് ചെയ്യുന്ന ആൾ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇത് നല്ലൊരു പരിസരമാണ് കേട്ടോ. ചോല, അതായത് വെള്ളം ഒക്കെ ഏത് വേനൽക്കാലത്തും ഇവിടെ വെള്ളം ഉണ്ടാവും. പക്ഷേ ഇത്ര കനല്ലെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും ഇവിടെ വെള്ളമില്ലാത്ത സമയങ്ങളില്ല കേട്ടോ. എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവുന്ന ഒരു പ്രദേശമാണിത്. പാറകളുടെയൊക്കെ മുകളിൽ ഇതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതായത് ഒരടി കഷ്ടിയാണ് ഇത് താഴ്ത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് എത്രത്തോളം ഫലവത്താവും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ നമുക്കറിയാം ആന നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ളൊരു ജീവിയല്ല. ആന നമ്മുടെയൊക്കെ നോട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ്ട് പിടിവിട്ട് പോകുന്ന ഒരു സാധനമല്ല ആന. അവിടെ ഒന്നിങ്ങനെ തത്തി കളിച്ച് നിൽക്കും. ഇപ്പം കറണ്ട് പിടിച്ചാലും ആന ഒരുപക്ഷെ ഈ കമ്പികളിൽ അല്ലെങ്കിൽ വല്ലാതിട്ട് വലിക്കാനും അടിക്കാനും ചവിട്ടാനൊക്കെ ശ്രമിക്കും. അപ്പോൾ ആ സമയത്ത് ഈ കാലൊക്കെ നിരന്തരം വീണുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് ഇതിന് മെയിൻ്റനൻസിന് ആളില്ലെങ്കിൽ ഈ ഒരു സംഭവം വെറുതെ ആവുക തന്നെ ചെയ്യും. ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ആളുകൾ നടന്ന് കൃത്യമായി വീക്ഷിച്ച് ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഈ പൈസയൊക്കെ വെറുതെ പോവുകയും ആർക്കും ഉപകാരമില്ലാതെ ആവുകയും ചെയ്യും എന്നാണ് എനിക്കിത് കൊണ്ടിപ്പോൾ മനസ്സിലായിട്ടുള്ളത്.
ഒക്കെ സ്ഥിരമായിട്ട് ആനശല്യമുള്ള സ്ഥലങ്ങളും കൂടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ പുറമെ ഇപ്പോൾ നമ്മൾ വേറൊരു വാർത്തയും കൂടി അറിഞ്ഞു. ഈ കാടിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പിന്നെ അകമലയും ഈ കാടുമൊക്കെ ഒരേ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ആ ഭാഗത്തിപ്പോൾ പുലിയെ കണ്ടതായിട്ടിരുന്നൊരു പുതിയൊരു വാർത്തയൊക്കെ കണ്ടിരുന്നു. ഇനി അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. പുലിയെ കണ്ടു, പുലിയെ കാണുക എന്ന് പറഞ്ഞാൽ പുലിയുടെ കാല് കണ്ടു എന്നാണ് പറഞ്ഞു. കാൽപ്പാട് അല്ലാതെ പുലിയെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ വനപാലകർ അവിടെ ക്യാമറ വെക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, നിരന്തരം ഈ വന്യമൃഗങ്ങളുടെ ഭീഷണി അതിയായി നേരിടുന്നൊരു പ്രദേശമാണിത്. അപ്പോൾ ബാക്കി തന്നെ നമുക്ക് ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് എന്നൊക്കെ ഒന്നുകൂടി നമുക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഈ വേലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്നോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം പല ഭാഗങ്ങളിലും അറിയാത്ത ആളുകളെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെക്കുക എന്നുള്ളതും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു രൂപമായിട്ട് മാറുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ആയിക്കൂടാ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് പരിപൂർണമായിട്ട് അറിയാവുന്ന ആളുകൾ കൃത്യമായിട്ട് ഒന്ന് മെൻഷൻ ചെയ്താൽ വലിയ ഉപകാരമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.